നിങ്ങൾ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. ഇവിടെ വന്നിട്ട് മോഫ അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ലാസ്റ്റ് 1 വീക്കായിട്ട് എനിക്ക് വരുന്ന മെസ്സേജസ് ആണ്, GNM എമോഷനിലേക്ക് എടുക്കുന്നില്ലേ, അവരുടെ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും റിസൈൻ ചെയ്യരുത് കേട്ടോ. റിസൈൻ ചെയ്ത് ജോലി കളഞ്ഞ് വീട്ടിലിരിക്കരുത്. ഇത് പ്രതീക്ഷിച്ച് എന്താണ് നെക്സ്റ്റ് എന്ന് നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലി തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എവിടെ ആണെന്നുണ്ടെങ്കിലും, സൗദി ആണെന്നുണ്ടെങ്കിലും, ഒമാൻ ആണെന്നുണ്ടെങ്കിലും, കേരള ആണെന്നുണ്ടെങ്കിലും, എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്യുക. എന്താണ് നെക്സ്റ്റ് എന്ന് അറിയാത്ത സ്ഥിതിക്ക്. ഇപ്പൊ എനിക്കും കൃത്യമായിട്ട് അറിയത്തില്ല, ഇങ്ങനെ അവർ ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് GNM തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ആക്കി എന്നാണ് എല്ലാവരും പറയുന്നത്. എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, റിസൈൻ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുക, വിസ വരുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ജോബ് ഒന്നും കളയരുത് കേട്ടോ. നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും ജോലി കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ അവർ GNO BSc ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് തൽക്കാലം ജീവനക്കാരെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു ബൾക്കായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത്. അതിനകത്ത് GNO BSc എല്ലാം അവർ എടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവർ എന്താണ് ഇങ്ങനെ തീരുമാനം മാറ്റിയെന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ അവർ ഒഫീഷ്യലി ഒന്നും അനൗൺസ് ചെയ്യാത്ത സ്ഥിതിക്ക് ഓഫർ ലെറ്റർ വന്നവർക്കും അതുപോലെ തന്നെ വിസ പ്രോസസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ മേ ബി ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ഈ കുവൈത്തിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ റൂൾ ആയിരിക്കത്തില്ല, നാളത്തെ റൂൾ അതെന്തായാലും മാറും. അപ്പം ഇത് നെക്സ്റ്റ് ഡേയിൽ ഇത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ജോലി നിർത്തരുത്, നിങ്ങൾ ചെയ്യുന്ന ജോലി കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അപ്പൊ കുറെ പേര് മെസ്സേജ് ചേച്ചി അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അപ്പൊ അത്രയും പൈസ, അതിനെന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ വിഷമിക്കാതെ പ്രാർത്ഥിക്കുക, അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് മിനിസ്ട്രിയുടെ കാര്യത്തിനൊന്നും നമുക്ക് തലയിടാനോ ഒരു റിപ്ലൈ കൊടുക്കാനോ മറുപടി പറയാനോ ഒന്നും പറ്റത്തില്ല നമുക്ക് കേട്ടോ. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലാണെന്നുണ്ടെങ്കിലും ഇപ്പം GNM നഴ്സസിനേക്കാളും കൂടുതൽ അവർ ഹയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് BSc-കാരെയാണ്. BSc ആണ് ചെയ്യുന്നത്. എന്റെ ഹോസ്പിറ്റലിലൊക്കെ അവർ കൂടുതലും BSc-കാരെയാണ് പ്രിഫർ ചെയ്യുന്നത്. നേരത്തെ അവർ GNM-കാരെ എടുക്കുന്നുണ്ട്. അവർ പറയുന്നത് BSc ആണ് അവർക്ക് പ്രോസസ്സിങ് ചെയ്യാനും ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഏറ്റവും എളുപ്പം BSc ആണ്. അതുകൊണ്ട് അവർ BSc മാത്രമേ ഇവർ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ കൂടുതലും ആൾക്കാർ BSc നഴ്സുമാരെയാണ് കൂടുതലും ഹോസ്പിറ്റലിലോട്ടൊക്കെ എടുക്കുക, പ്രൈവറ്റ് ആണെങ്കിലും അവർ ചെയ്യുന്നത്. അപ്പം മിനിസ്ട്രിയിൽ ഇങ്ങനൊരു ഓഫർ വന്നു, കുറെ പേർക്ക് ഇവിടെ ജോലിയും കിട്ടി. പക്ഷെ ഇപ്പം നാട്ടിൽ നിന്ന് വരാനിരിക്കുന്ന ആൾക്കാർക്കാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മറുപടി ലഭിച്ചിരിക്കുന്നതായിട്ട് അറിയുന്നത്. അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കാതെ പ്രാർത്ഥിക്കുക. എന്തായാലും റൂളുകളൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വരും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നവരുടെ ആണെന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് ചാൻസ് ഉണ്ട് കയറി വരാന്. അത്രയും മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നിട്ടാണെങ്കിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നമ്മൾ മോഫ അറ്റസ്റ്റേഷൻ ചെയ്യണം. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ലെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കോളേജിൽ നിന്ന് കൊണ്ടുവരണം. അത് കോളേജിൽ നിന്ന് കിട്ടുന്നില്ലെന്നെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ടേ വരാവൂ. അത് ആവറേജ് ആയാലും പ്രശ്നമൊന്നുമില്ല, അതിന്റെ പെർസെന്റേജ് എത്ര ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്. ഇവിടെ വന്നിട്ട് അത് മോഫ അറ്റസ്റ്റേഷൻ ഒക്കെ ചെയ്തതിനു ശേഷം സ്റ്റാമ്പും കാര്യങ്ങളും BLS കൊടുത്ത് സ്റ്റാമ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് നമ്മളത് ഹോസ്പിറ്റലിൽ അതിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അടുത്ത പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അടുത്ത പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് അവർ മെഡിക്കലിന് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാൻ പറയും. മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് നമ്മൾ മെഡിക്കൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സിവിൽ ID കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ കോപ്പീസ് കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും കോപ്പി മസ്റ്റ് ആയിട്ട് വേണം. പ്രത്യേകിച്ച് അറ്റസ്റ്റേഷൻ ചെയ്യാത്ത സർട്ടിഫിക്കറ്റായി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പികളൊക്കെ മസ്റ്റ് ആയിട്ട് വേണം. അതുപോലെ തന്നെ ഓരോ സെറ്റ് കളർ കോപ്പിയും വേണം എല്ലാത്തിന്റെയും കേട്ടോ. അപ്പൊ നിങ്ങൾ ഓരോ സെറ്റ് കളർ കോപ്പി ഇവിടെ വന്നിട്ട് എടുക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ 5 months വരുമ്പോഴേ നമുക്ക് സാലറി ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമ്മുടെ കയ്യിൽ കാശ് കൊടുത്ത് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ നാട്ടിനേക്കാളും ഇവിടെ ചാർജ് കൂടുതലാണ്. അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നാട്ടിൽ നിന്ന് തന്നെ കളർ സെറ്റ് ഒരു കളർ സെറ്റ് കോപ്പി കൊണ്ടുവരിക. ബാക്കി 2 കോപ്പി സാധാ കോപ്പിയും 2 സെറ്റ് കൊണ്ടുവരിക കേട്ടോ. കയ്യിൽ വെച്ചേക്കുക, ആവശ്യമുള്ളപ്പോൾ എടുത്ത് കൊടുക്കാമല്ലോ. പിന്നീടാണെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾ വെച്ചേക്കുക. നാട്ടിൽ നിന്ന് വെച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് അത് നാട്ടിൽ നിന്ന് എടുപ്പിക്കാനൊന്നും പോകാതെ എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ കരുതുക കേട്ടോ. അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ 2 കോപ്പി എടുത്ത് കയ്യിൽ വെച്ചോട്ടെ. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഫോട്ടോസ് കൊണ്ടുവരണം. ഒരു 30 ഫോട്ടോസെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നോട്ടോ. ഒരു 30 ഫോട്ടോസെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നോ. ഫോട്ടോസ് എങ്ങനത്തെ ആയിരിക്കും? ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ഫോട്ടോസ് ആയിരിക്കണം കൊണ്ടുവരേണ്ടത് കേട്ടോ. പിന്നെ ഫോട്ടോസിന്റെ കാര്യം, അപ്പൊ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങളെല്ലാ കോപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് വരിക. പിന്നെ
GNM കാർഡിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒഫീഷ്യലി അവർ സ്റ്റോപ്പ് ആക്കി എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് മിനിസ്ട്രിയുടെ തീരുമാനവും നമുക്ക് അറിയത്തില്ല. മിനിസ്ട്രിയുടെ തീരുമാനത്തിൽ നമുക്ക് ആർക്കും ഒന്നും പറയാനും പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, കുവൈത്തിന്റെ റൂൾ അങ്ങനെയാണ്. ഇന്ന് പറയുന്ന കാര്യമായിരിക്കത്തില്ല നാളെ പറയുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞ അത് ചിലപ്പോൾ നാളെ ക്യാൻസൽ ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുക, എല്ലാം നന്നായിട്ട് നടക്കും. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള എന്തൊക്കെ കോപ്പികൾ കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഉള്ള ഒരു മറുപടിയാണ്. പിന്നെ GNM കാർഡിന്റെ കാര്യവും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു, ബൈ ബൈ.